നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഛത്തീസ്ഗഡിൽ നടന്നൊരു സംഭവമാണ്. ഛത്തീസ്ഗഡ് ഭിലായ് സിറ്റിയിലാണ് ഈ സംഭവം നടന്നത്. പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയം പങ്കുവയ്ക്കാൻ ഇരിക്കുന്നവർക്കും ഒരു ദിവസമുണ്ട്. ഏതാണെന്നല്ലേ? ഫെബ്രുവരി 14 അല്ലേ? ഫെബ്രുവരി മാസം 14 അതെല്ലാവർക്കും പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിലെ കരിനിഴൽ വീണ ദിവസം കൂടിയാണ് ഫെബ്രുവരി 14 എന്ന് പറയുന്നത്. ഫെബ്രുവരി 14 2024 ഭിലായ് സിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. ഭിലായ് സിറ്റിയിലുള്ള ഒരു റെയിൽവേ ട്രാക്കിനടുത്തായിട്ട് ഒരു ബോഡി കിടക്കുന്നു. അങ്ങനെ പോലീസുകാർ അവിടേക്ക് പോവുകയാണ്. ആ ബോഡി പരിശോധിക്കുകയാണ്. അവർ കണ്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, അത് ആത്മഹത്യയാണെന്നുള്ളത്. അങ്ങനെ അത് ആരാണെന്നുള്ളത് അന്വേഷിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ആ ബോഡിയുടെ പേര്, അല്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്നത് ഒരു പുരുഷനാണ്. ആ പുരുഷന്റെ പേരാണ് ഗൗരവ് റായ്. ഒരു സ്റ്റുഡൻ്റ് ആണ്. ആ പയ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിക്കുകയാണ്. വീട്ടുകാരെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വന്ന സമയത്ത് വീട്ടുകാർ പറയാണ്, എൻ്റെ മകൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്, എൻ്റെ മകൻ തെറ്റ് ചെയ്ത്, എൻ്റെ മകൻ മരിച്ചു, അവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ഓർത്തുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് കരയുകയാണ്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, എന്താണ് സംഭവം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്താണ് ചെയ്തത്? അപ്പോൾ പറയുകയാണ്, എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തു, അവനിത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതായത് എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞു വീട്ടുകാർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് അപ്പോൾ ഒരു ചെറിയ സംശയം തോന്നി. ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞ് വീട്ടുകാർ ഇങ്ങനെ ഇത്രയധികം സംസാരിക്കുന്നു, ഇത്രയധികം കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ മരിച്ചു കിടന്ന പയ്യൻ മരിക്കുകയാണെന്ന്, അല്ലെ ആത്മഹത്യ ചെയ്യുകയാണെന്ന് വീട്ടുകാർക്ക് അറിയായിരുന്നു, അതോ ഇനി ഇവർ തന്നെയാണോ കൊന്നുകൊണ്ടിട്ടിട്ട് ആത്മഹത്യയാണെന്ന് പറയുന്നത് എന്നൊക്കെ പോലീസുകാർ സംശയിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ വീട്ടുകാരെയും അതുപോലെ തന്നെ ഗൗരവിൻ്റെ കൂട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്യാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഗൗരവ് മരിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം മുൻപ്, അതായത് ഫെബ്രുവരി 14 ഗൗരവ് മരിക്കുന്നതെങ്കിൽ ഫെബ്രുവരി 13 രാത്രി ഗൗരവ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. താൻ മരിക്കുകയാണെന്നും താൻ മരിക്കാൻ കാരണം തൻ്റെ കാമുകിയാണെന്നും കാമുകിയുടെ സഹോദരിയുടെ കാമുകനാണെന്നും അവർ തന്നെ ഒരുപാടധികം ഉപദ്രവിച്ചെന്നും മാനസികമായിട്ട് പീഡിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചു, ഒരു ആത്മഹത്യക്കുറിപ്പ് പോലെ. അതിനുശേഷമാണ് ഗൗരവ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം എന്താണ് സംഭവം എന്ന് പോലീസുകാർ അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് മനസ്സിലായത്, ഈ ഗൗരവും ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ഗൗരവ് വളരെ ഒരു ശാന്തശീലനായിരുന്നു. ഒരുപാടധികം ആൾക്കാരെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. നാട്ടിലൊക്കെ ഒരുപാട് അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് ഗൗരവ് എന്ന് പറയുന്നത്. ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഗൗരവിന്. അതുപോലെ തന്നെ ഗൗരവിൻ്റെ കൂട്ടുകാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗൗരവമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരായിരുന്നു. ഇന്നും ഗൗരവിൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഗൗരവിൻ്റെ ബർത്ത്ഡേ ഒക്കെ അവർ ആഘോഷിച്ചേക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഗ്രാൻഡ് ആയിട്ടാണ്. അപ്പം അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തി, അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഗൗരവ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗൗരവ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? എന്തായിരിക്കും കാരണം? ഗൗരവനും തൻ്റെ കാമുകിക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഗൗരവിൻ്റെ കാമുകിയുടെ ചേച്ചിയും അതുപോലെ തന്നെ ആ കാമുകനും ഗൗരവനോട് എന്താണ് ചെയ്തത് നമുക്കറിയണ്ടേ? അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഗൗരവ് ഒരു സ്റ്റുഡൻ്റായിട്ട് കോളേജിൽ പഠിക്കാൻ കയറുകയാണ്. അങ്ങനെ കയറുന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ ആണ്, കയറുന്ന സമയത്ത് തന്നെ ഗൗരവ് ഒരു പെൺകുട്ടിയെ കാണുന്ന കാഴ്ചയിൽ ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു. ആ പെൺകുട്ടിയോട് തുറന്നു പറയുന്നുമുണ്ട്. ആ പെൺകുട്ടി മറുത്തൊന്നും പറയുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ രണ്ടുപേരും ഇഷ്ടത്തിലാവുകയാണ്. അവർ പഠിച്ചിരുന്ന കോളേജാണ് ശ്രീ ശങ്കരാചാര്യ കോളേജ്. ഭിലായ് സിറ്റിയിൽ തന്നെയുള്ളൊരു കോളേജാണ്. അപ്പോൾ അവരുടെ പേരാണ് ഹുമ. ഈ ഗൗരവും ഹുമയും വളരെയധികം പ്രണയത്തിലാവുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ ഗൗരവാണെങ്കിൽ ഹുമയുടെ ഫോണൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ചെറിയൊരു കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഹുമ എന്ന് പറയുന്നത് ഒരു സെക്സ് അഡിക്റ്റ് ആണ്. സെക്സ് അഡിക്റ്റ് എന്ന് വെച്ചാൽ പോൺ മൂവീസിൻ്റെ അഡിക്റ്റാണ്. അതായത് ഒരുപാടധികം പോൺ മൂവീസ് കാണുന്ന ഒരു വ്യക്തിയാണ് ഹുമ എന്ന് പറയുന്നത്. ഒരുപാടധികം പോൺ മൂവീസ്, അതായത് സ്ഥിരമായിട്ട്. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച സമയത്ത് ഗൗരവിന് ഇതൊരു അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല. ഗൗരവ് ചെറുതായിട്ടൊന്ന് ഹുമയോട് പറയുകയാണ്, ഇത്തരം വീഡിയോസൊന്നും അങ്ങനെ കാണുന്നത് അത്ര നല്ലതല്ല. ഓക്കെ, എനിക്കറിയാം ഈ പ്രായത്തിലൊക്കെ ഇതൊക്കെ എല്ലാവരും കാണാറുണ്ടെന്നുള്ളത്, പക്ഷെ ഇത് കുറച്ചധികമായിട്ട് തോന്നുന്നു, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഗൗരവ് വളരെ കാര്യമായിട്ട് ഹുമയോട് പറയുകയാണ്.
എന്നാൽ ഹുമ അത് പറയണത് നമ്മുടെ ഈ പ്രായത്തിലുള്ളവരുടെയൊക്കെ ഇതല്ലയോ, അത് അങ്ങനെയൊക്കെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരവനെ ഒരു ചെറിയൊരു ഇതിൽ സംസാരിച്ചൊക്കെ അങ്ങനെ വീഡിയോയാണ് ഹുമ. അപ്പം അതിനുശേഷം പല സമയത്തും ഹുമയുടെ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് ഇതിന് ഭയങ്കരമായിട്ട്, അതായത് പോൺ മൂവീസിൽ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര അധികം ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പോൺ മൂവീസിൽ കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഹുമ കാണുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുന്നത്, ഗൗരവ് ഹുമയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഹുമ എന്നത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഹുമയ്ക്ക് ഭയങ്കരമായിട്ട് ഈ മൂവീസ് കണ്ടതിന് ശേഷം അതിനോട് ഒരു വല്ലാത്ത അഡിക്റ്റ് ആവുകയാണ്. അഡിക്റ്റ് എന്ന് വെച്ചാൽ അതിൽ കാണുന്നതൊക്കെ തനിക്കും ഒന്ന് എന്താ പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യണം, അത് തനിക്കും ഒന്ന് ആസ്വദിക്കണം എന്നൊക്കെ ഹുമയ്ക്ക് ചെറുതായിട്ടൊക്കെ തോന്നുകയാണ്. അപ്പൊ അതിലുള്ള ഫാന്റസി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഹുമയെ സ്വാധീനിച്ചത്. അപ്പോൾ നമുക്കാണെങ്കിൽ കൊച്ചുനാൾ തൊട്ടേ നമ്മൾ ചില പോൺ മൂവീസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, കാണുന്നുണ്ടെങ്കിൽ ചിലതിനോടൊക്കെ നമുക്ക് ക്രഷ് തോന്നും, ചിലതിനോടൊക്കെ അഡിക്റ്റ് ആവാറുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരുപാടധികം കേസുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപാടധികം ക്രൈം അതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെയധികം ഈ പോൺ മൂവി വളരെയധികം ഹുമയെ സ്വാധീനിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായുള്ള ഫാന്റസികൾ ഹുമ ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് ഗൗരവം അറിയാതെ ഹുമ പല ആൺപിള്ളേരുമായിട്ട് ഡേറ്റിങ്ങിനൊക്കെ പോവാണ്. തിയേറ്ററുകളിലും പലരുടെയും ഗസ്റ്റ് ഹൗസിലും ഇപ്പം നൈറ്റിൽ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലരുടെയും വീടുകളിലൊക്കെ പോയി ഹുമ സ്റ്റേ ചെയ്യുകയാണ്. അപ്പം അതൊക്കെ ഒരു ഫാന്റസി ആയിട്ട് ഹുമ എടുക്കുകയാണ്. തൻ്റെ ഫാന്റസികളെ ഹുമ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഹുമയും ഒരു പയ്യനുമായിട്ട് തിയേറ്ററിൽ കയറുകയാണ്. എന്നിട്ട് ഒരു ആളൊഴിഞ്ഞൊരു സ്പേസിൽ പോയിരുന്നിട്ട് അവരവരെ സ്ഥിരം കലാപരിപാടികളൊക്കെ അവിടെ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗൗരവും അവൻ്റെ ഒരു കൂട്ടുകാരനും ആ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗൗരവ് ഈ കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പം പിറ്റേ ദിവസം ഗൗരവ് ഹുമയെ കാണുന്ന സമയത്ത് താൻ കണ്ടുവെന്നും ഇനി ഇങ്ങനെയുള്ള എന്താണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹുമയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഹുമ ഒരുപാടധികം ക്ഷമ ചോദിക്കുകയാണ്, തനിക്ക് അറിയാതെ പറ്റിപ്പോയാണെന്നൊക്കെ പറഞ്ഞ് ഹുമ വല്ലാണ്ട് ഗൗരവിൻ്റെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പം ഗൗരവ് ഒരു എന്താ പറയുക എല്ലാം ക്ഷമിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാം ഓക്കെ ഒരു താൻ സ്നേഹിക്കുന്ന പെണ്ണ്, തന്നെ ഒരുപാടധികം സ്നേഹിക്കുന്ന പെണ്ണ്, അപ്പം താൻ ഇനി പെൺകുട്ടിക്കൊപ്പമാണ് താമസിക്കുന്നത്, അപ്പം ക്ഷമിച്ചു കൊടുത്തേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു തന്നെ. ഒരുപാടധികം നല്ല ഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ഗൗരവ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വ്യക്തിയുടെ ക്യാരക്ടർ എത്രത്തോളം നല്ലതായിരുന്നിരിക്കും ഇല്ലേ. ഫ്രണ്ട്സ് ഇന്നും ഞാൻ പറയുന്നു, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൗരവന്റെ സോഷ്യൽ മീഡിയയിലേക്ക് ഗൗരവന്റെ ബർത്ത്ഡേ ആണെങ്കിലും മറ്റു പല ഫംഗ്ഷൻ ആണെങ്കിലും ശരിയാണ് അത്രയും ഗ്രാൻഡ് ആയിട്ടാണ് നടത്തിയിരിക്കുന്നത്, കൂട്ടുകാരും വീട്ടുകാരൊക്കെ ചേർന്ന്. അപ്പൊ അത്രയ്ക്കും നല്ല ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിരുന്നു ഗൗരവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹുമ ചെയ്ത പല തെറ്റുകളും ഗൗരവ് കാര്യമായിട്ട് എടുക്കാതെ ക്ഷമിച്ചു വിടുകയാണ്. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഗൗരവ് ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുകയാണ്, ഹുമയും പഠിച്ചിറങ്ങുകയാണ്. രണ്ടുപേരും ഒന്നിച്ചൊരു കോളേജിൽ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, രണ്ടുപേർക്കും രണ്ട് കോളേജിലാണ് കിട്ടിയത്. അപ്പോൾ ഹുമയ്ക്ക് വീണ്ടും ഒന്നുകൂടെ ധൈര്യവും അതുപോലെ തന്നെ അവസരങ്ങളും കിട്ടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹുമ പഠിക്കുന്ന കോളേജിലുള്ള രണ്ട് പയ്യന്മാരെ ഹുമ എന്താ പറയുന്നത് അവരുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അവരുടെ രണ്ടുപേരുടെ പേര് സുഗൻ, ആര്യൻ എന്നാണ്. അപ്പോൾ അവരുടെ മ്യൂച്വലായിട്ടുള്ള ഒരു രണ്ട് ഫ്രണ്ട്സിനും നമ്മുടെ ഹുമ പരിചയപ്പെട്ടതിന് ശേഷം ഹുമ അവരോട് ഡയറക്റ്റ് പറയാണ്, എനിക്ക് പ്രേമിക്കാനൊന്നും താല്പര്യമില്ല, എനിക്ക് കുറച്ച് ഫാന്റസി ഉണ്ട്. അപ്പം എൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ? എനിക്ക് സെക്സിനോടാണ് താല്പര്യം, നിങ്ങൾക്ക് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കാൻ താല്പര്യമുണ്ടോ? അല്ലാണ്ട് പ്രേമിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പം അവരും ഓക്കെ പറയാണ്. അങ്ങനെ അവരും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ള ഒരു ഫാന്റസി കാര്യങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഗൗരവ് സിനിമ കാണാൻ ഒരു തിയേറ്ററിലേക്ക് തൻ്റെ ഫ്രണ്ട്സുമായി പോകുന്ന സമയത്ത് അവിടെ കാണാൻ പാടില്ലാത്തൊരു കാഴ്ചയാണ്. രണ്ട് പയ്യന്മാരുടെ നടുക്കിരുന്നുകൊണ്ട് ഹുമ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ അത് വളരെ ഞെട്ടലോടെയാണ് എന്താ പറയുന്നത് ഗൗരവ് കണ്ടപ്പോഴത്തേക്ക് ഗൗരവിന് മനസ്സിലായി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഹുമ താൻ ചിന്തിക്കുന്നതിനേക്കാളും പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഹുമ വേറൊരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം പല പയ്യന്മാരുമായിട്ട് ഒരേ സമയം ബന്ധപ്പെടുക എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. അത്രയ്ക്കും അധികം ഫാന്റസിയിലേക്ക് ഹുമ എത്തിക്കഴിഞ്ഞു എന്നുള്ളത്
ഗൗരവ് മനസ്സിലാക്കിയാണ്. അങ്ങനെ ഗൗരവ് പിറ്റേ ദിവസം ഹുമയെ കാണുകയാണ്, സംസാരിക്കുകയാണ്. സംസാരത്തിനിടയ്ക്ക് ഗൗരവ് അറിയാതെ ഹുമയെ അടിക്കുന്നുണ്ട്. കാരണം അത്രയധികം ഡിപ്രഷനിലേക്ക് ഗൗരവ് പോയി കഴിഞ്ഞു. താൻ അത്രയധികം സ്നേഹിച്ച പെൺകുട്ടിയല്ലേ. അപ്പോൾ അത്രയധികം ബുദ്ധിമുട്ട് ഗൗരവ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം രണ്ടുപേരും ബ്രേക്കപ്പ് ഒക്കെ ആവുകയാണ്. പക്ഷെ ഗൗരവന് അങ്ങനെ ഹുമയെ വിട്ടുകളയാൻ കഴിയില്ലായിരുന്നു. കാരണം അത്രയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഗൗരവ് ഹുമേനെ. വീണ്ടും ഹുമേനെ കാണുകയാണ്, ഹുമയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ വീണ്ടും രണ്ടുപേരും തമ്മിൽ ചെറിയ ഇഷ്ടത്തിലേക്ക് പോവുകയാണ്. പക്ഷെ ഹുമ നമ്മുടെ ഗൗരവ് അറിയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഗൗരവ് ഇത് അങ്ങനെ അറിയുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗൗരവും ഹുമയും തമ്മിൽ തെറ്റിയ കാര്യം ഹുമയുടെ വീട്ടിലൊക്കെ ഹുമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അടിക്കുന്ന സമയത്ത് ഹുമയുടെ കവിൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹുമ വീട്ടിൽ താനും ഗൗരവും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, ഇനി ഞങ്ങൾ തമ്മിലൊന്നുമില്ല എന്നൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹുമയും ഗൗരവും പാച്ചപ്പ് ആയതിനു ശേഷം പെട്രോൾ അടിക്കേണ്ട ഒരു പെട്രോൾ പമ്പിൽ പോകുന്ന സമയത്ത് ഹുമയുടെ തന്നെ ഒരു ബന്ധു ഇത് കാണുകയും ഹുമയുടെ വീട്ടിൽ ഇത് അറിയിക്കുകയാണ്. അങ്ങനെ ഹുമയുടെ വീട്ടിൽ വെച്ച് ഇത് ഹുമയുടെ അടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഹുമ പെട്ടെന്ന് എല്ലാം തിരിച്ചിടുകയാണ്. എന്ന് വെച്ചാല് ഗൗരവ് ഇതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു, തന്നെ ബുദ്ധിമുട്ടിക്കുന്നു, തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അവന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഹുമ വീണ്ടും ഗൗരവിനൊപ്പം കറങ്ങി നടക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഹുമയുടെ ചേച്ചി ഇതറിഞ്ഞതിന് ശേഷം ഹുമയുടെ ചേച്ചിയുടെ കാമുകനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. ഇതുപോലെ ഗൗരവൻ നമുക്ക് പാഠം പഠിപ്പിക്കണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ചേർന്നുകൊണ്ട് ഗൗരവനെ ഒരാളിഞ്ഞ സ്ഥലത്തേക്ക് വിളിക്കുകയാണ്. വിളിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് ഹുമയുടെ കാമുകൻ ഗൗരവനെ മർദ്ദിക്കുകയാണ്. മർദ്ദിച്ച് അവശനാക്കിയതിന് ശേഷം ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി ഹുമേനെ ഉപദ്രവിക്കരുത്, ഹുമേനെ കാണരുത്, ഹുമയായിട്ട് സംസാരിക്കരുത്, ഹുമയായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിക്കണം. മാത്രമല്ല ഹുമ തന്നെ പറയുകയാണ്, ഇനി തന്നെയാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഹുമയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഗൗരവിന്റെ പേരിൽ ഒരു കള്ളക്കേസ് ഫയൽ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ആ പയ്യൻ വളരെയധികം ഭയന്നു. കാരണം ജീവിതം എന്താണെന്നോ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രായമായിരുന്നില്ല. അതുപോലെ തന്നെ ഇത്രയും സ്നേഹിച്ച ഒരു പെൺകുട്ടി, താൻ അത്രയധികം സ്നേഹിച്ച് പല തെറ്റുകളും ക്ഷമിച്ചു കൊടുത്തൊരു പെൺകുട്ടി തൻ്റെ പേരിൽ തന്നെ ഒരു എന്താ പറയുക റേപ്പ് കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പം ഒരുപാടധികം ഗൗരവ് ഭയന്നു. മാത്രവുമല്ല തൻ്റെ വീട്ടിലുള്ളവരെയും അതിൻ്റെ പേരിൽ എന്താ പറയുക അപമാനിക്കപ്പെടുമെന്നൊക്കെ തോന്നിയപ്പോഴത്തേക്ക് ഗൗരവ് വല്ലാണ്ട് ഭയന്നു പോയിരുന്നു. ഈ പറയുന്ന സംഭവം നടക്കുന്നത് ജനുവരി മാസം 25-നാണ് 2024 ജനുവരി മാസം 25-നാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഗൗരവ് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ എന്ന് വെച്ചാൽ താൻ അത്രയധികം സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മാത്രമല്ല ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ താൻ മാത്രമല്ല തൻ്റെ വീട്ടുകാരും ഇതിന്റെ പേരിൽ അപമാനിക്കപ്പെടും, താൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് എന്തിനാണ് താൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ ഗൗരവിന് വരികയാണ്. അതെല്ലാം ഗൗരവ് തൻ്റെ വീഡിയോ വഴി, അതായത് സോഷ്യൽ മീഡിയയിൽ ആത്മഹത്യക്ക് തൊട്ടു മുമ്പ് പങ്കുവച്ച വീഡിയോ വഴി തന്നെ ഗൗരവ് ഇതെല്ലാം പറയുന്നുമുണ്ടായിരുന്നു. അപ്പോൾ പലരും ഈ വീഡിയോ കണ്ടു, ഗൗരവിന്റെ ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ തന്നെ ഗൗരവ് ആത്മഹത്യ ചെയ്യാനാണ് ഉണ്ടായത്. അങ്ങനെ ഇത് വളരെയധികം വലിയ വിഷയമായി മാറുകയാണ്. ഒരുപാടധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളും ഒരുപാട് പേര് ഈ കേസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഹുമയുടെ സഹോദരിയുടെ കാമുകനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇന്നും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് എവിടെ എത്തിയിട്ടില്ല. അപ്പൊ നമുക്കറിയാലോ കേസ് എത്ര നാള് നടക്കും എന്നുള്ളത്. അപ്പം നമുക്കിനി കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗൗരവിന് നീതി കിട്ടുമോ, അതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വട്ടം ക്ഷമ കൊടുക്കാം. വീണ്ടും ആ തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിട്ട് നമ്മൾ മാറുക, അതാണ് ഏറ്റവും വലുത്. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു മൂന്നാമതൊരാളുടെ പോവില്ല, അല്ലെങ്കിൽ രണ്ടാമതൊരാളുടെ പോവില്ല. അതായത് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക, നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നമ്മളെ തള്ളിപ്പറയില്ല. ആര് നമ്മളുടെ കൂടെ ഇല്ലെങ്കിലും ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ജീവിതം പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ചുറ്റും ഉള്ളവർക്കും ആ ജീവിതം പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മറ്റൊരാളുടെ വാശി തീർക്കാനോ മറ്റൊരാളുടെ ദേഷ്യം തീർക്കാനോ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം തള്ളിക്കളയാൻ പാടില്ല. അപ്പൊ അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കണം. കാരണം ഒരു പക്ഷേ അവരില്ലെങ്കിൽ അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും നമുക്ക് നാളെ സമയത്ത് കിട്ടാൻ സാധ്യത ഉള്ളത്. ഒരു കാരണവശാലും നമ്മളെ സ്നേഹിച്ചു വഞ്ചിച്ചു, നമ്മളെ പറ്റിച്ചു, നമ്മളെ തേച്ചു എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ ആത്മഹത്യ ചെയ്യാൻ പോകരുത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ഒരിക്കലും അത് ഒരു നേരായിട്ടുള്ള ഒരു മാർഗമല്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയും കാര്യങ്ങളൊക്കെയാണ്, ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്, അറിയാലോ വയനാട്ടിലെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. പ്രശ്നങ്ങളുള്ള ഭാഗത്തു നിന്ന് മാക്സിമം ആൾക്കാർ ഒഴിഞ്ഞു മാറി സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.